ഈ ഒരു ക്യാൻഡിൽ മേക്ക് ഓവറിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ദിവസത്തെ ഒരു ഈവനിംഗ് വ്ലോഗ് കണ്ടാലോ. 3:30 ആയപ്പോ തന്നെ എബൂട്ടന്റെ എവാങ്കൂട്ടന്റെ സ്കൂൾ ബസ് വന്നു. ബസ്സിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞൊരു ഓട്ടോ ഉണ്ട്. അത് കണ്ടോണ്ടിരിക്കാൻ നല്ല രസമാണ്. ശേഷം ഞങ്ങൾ വിക്രമാദിത്യയും വേതാളവും കൂടി ഒരുക്കുന്ന സ്നേഹപ്രകടനം. ഇതൊരുമാതിരി ആനയ്ക്ക് നെറ്റിപ്പട്ടം കിട്ടിയേക്കുന്നത് പോലെ ഒരു ഐഡി കാർഡ്. യൂണിഫോം പോലും മാറാതെ രണ്ടുപേരും കൂടി സൈക്കിളെ കയറി. എന്താ സന്തോഷ വാർത്ത? അമ്മേ എന്നെ ഇടിക്കില്ലേ? സ്കൂളിൽ ചെന്നപ്പോണ്ടല്ല ഞാൻ ടീച്ചറിനോട് പറഞ്ഞല്ല ഇതുവരെ ചാനൽ കാണിക്കാവാ. ടീച്ചറിനല്ല പറഞ്ഞേ ഇത്രേരം കാണിക്കാൻ. എന്നിട്ട് വൈകുന്നേരം ആയപ്പോ കാണിച്ചു. എന്നിട്ട് ലൈക്കും ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തു. താങ്ക് യു. കൊച്ചല്ലേ മേമ്മയുടെ പ്രമോഷൻ ഒക്കെ ചെയ്യണേ. സത്യം പറഞ്ഞ എന്നെക്കാളും കൂടുതൽ ഈ ചാനലിന്റെ കാര്യം എല്ലാവരോടും പറഞ്ഞു നടക്കുന്നത് എന്റെ എബൂട്ടനാട്ടോ. അമ്മ കാര്യമായ എന്തോ ബക്കറ്റിലാക്കി ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അമ്മ സ്വന്തമായി തയ്യാറാക്കിയെടുത്ത എന്തോ പ്രത്യേക മിക്സാന്ന് തോന്നുന്നു. അമ്മയായിട്ട് കൊച്ചു വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കണതിന്റെ ഇടയ്ക്ക് അവിടെ ഉണ്ടായിരുന്ന പുല്ലൊക്കെ ഞാൻ പറിച്ചു. എനിക്ക് വളരെ ചെറുതായിട്ടൊരു പ്രശ്നമുണ്ട് കേട്ടോ. ഞാൻ എവിടെയെങ്കിലും ക്ലീൻ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗം മൊത്തം ഞാൻ ക്ലീൻ ചെയ്തിട്ടേ പോകും. അതിപ്പോ എത്ര വയ്യെങ്കിലും ശരി. ഈ ഒരു അസ്കിത വേറെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. അവന്മാര് മേല് കഴിയിട്ട് വന്നപ്പോ അവർക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പഴം റോസ്റ്റ് ഉണ്ടാക്കി കൊടുത്തു. എന്റെ കുളിയും കൂടി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ എല്ലാവരും കൂടി പൂ പറിക്കാൻ ഇറങ്ങിയതാണ്. ഒക്ടോബർ മാസം ജപമാല മാസം ആയതുകൊണ്ട് തന്നെ യൂണിറ്റ് വൈസിൽ വീടുകളിൽ ജപമാല നടത്താറുണ്ട്. കൊന്തയുടെ 7ാം ദിവസം ഞങ്ങളുടെ വീട്ടിൽ വെച്ചാണ് നടത്തിയത്. രൂപ അലങ്കരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ പൂക്കൾ പറിക്കുന്നതും ഞാൻ മെഴുകുതിരി ഉണ്ടാക്കിയതും ഒക്കെ. ചില കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യുമ്പോൾ എന്തോ പ്രത്യേക ഒരു ഹാപ്പിനെസ് കിട്ടാറുണ്ട്. അങ്ങനെ വൈകുന്നേരത്തെ കൊന്തയൊക്കെ നല്ല അടിപൊളിയായിട്ട് നടന്നു. അടുത്ത വിശേഷങ്ങളായിട്ട് കാണുന്നത് വരെ ടാറ്റാ.